സസ്പെൻസ്. ചേച്ചി അടുത്ത ആഴ്ച നമുക്കൊരു ട്രിപ്പ് പോയാലോ? 1 ഡേ ട്രിപ്പ്. പോവാം, സ്ത്രീകൾ മാത്രമായിട്ട്. ഞാൻ റെഡി. എല്ലാരും ഉണ്ടല്ലോ. വെറുതെ അങ്ങക്ക് എന്താ വേറെ പണി? എന്നാണ്ട് വിശേഷമൊക്കെ സുഖമാണോ? ഓണം കഴിഞ്ഞ് എന്താ സുഖം? കാലി. നാളെ എന്താ പരിപാടി? എന്താ നാളെ എന്ത് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഒരു പരിപാടി ഇല്ല. കൃത്യമായിട്ടൊന്ന് കഴിച്ചു കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ചിലപ്പോ കൊടങ്ങാളൊരു പോകും. പള്ളി മൈതാനത്ത് കബഡി കളി തുടങ്ങിയെന്ന് പറഞ്ഞു. അല്ല വർഷം ഇറക്കണോ? അതോ വർഷപ്പിന് ഓണം കഴിഞ്ഞേ ഇറക്കത്തുള്ളൂ. ഓണം കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഓണം അവിട്ടം, ചതയം, പൊരുരുട്ടാതി, ഉത്രട്ടാതി, വള്ളംകളി അങ്ങനെ കിടക്കൂല്ലേ? ശരിക്കും പറയാ ഫ്രീ ആണെങ്കിൽ ആണെന്ന് പറ. നിലവിൽ ഞാൻ ഫ്രീ ആണ്. ഈ മാസമേ ഫ്രീയാ. ആണോ? അപ്പൊ പൈസ ഉണ്ടോ? 2000 രൂപ. ആടെ കിടക്കുന്നു. കൈ വട്ടിച്ചാത്ത എടുക്കാല്ലേ. ഞാൻ തങ്കഞ്ചേട്ടത്തിന് 500 മേടിച്ചിട്ടുണ്ട് നാളെ പള്ളി. എന്നാ ഈ കാലിയായ പോക്കറ്റിലോട്ട് ഒരു 2000 രൂപ ഇട്ട് തന്നാൽ എങ്ങനെ ഇരിക്കും? പുണ്യം കിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്നാ പുണ്യത്തിന് വേണ്ടി നാളെ എന്റെ കൂടെ പോരാ. എവിടെ? ചെറിയൊരു പുണ്യമുണ്ട്. എന്ത്? നാളെ ആ പേയാടെ ഒരു കൊട്ടേഷൻ പിടിച്ചിട്ടുണ്ട്. പൊന്ന് തമ്പിയാണ് വല്ലവരും ഇടിക്കാനാണ് ഞാൻ ഇല്ല. ഇവിടെ അച്ഛൻ പേര് എന്നെ തല്ലിക്കൊല്ലും. നമ്മളെ കലാകാരന്മാരെ ആരും ഉപദ്രവിക്കണം അതൊന്നുമല്ല. അവിടെ പേയാട് ക്ലബിലെ ഘോഷയാത്ര പോകുന്നു. അതിനകത്ത് പുലികളി വേണം, 2 പേരെ, ഒരു പുലിയും ഒരു വേട്ടക്കാരനെ. അപ്പൊ എന്നോട് ഒരുത്തും ചോദിച്ചു, തമ്പേണ്ടന് വേട്ടക്കാരനാകുമല്ലോ, ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്തല്ലേ, അപ്പൊ ഒരു പുലിയെ കൂടെ സംഘടിപ്പിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഘോഷയാത്രയ്ക്ക് വന്നാൽ ഒരു 5000 രൂപ തരും. 2000 രൂപ ഇവിടെയും 2000 രൂപ എനിക്കും. പിന്നെ പുലിയായിട്ട് ഒരുക്കുന്ന ഒരാൾ മേക്കപ്പ്മാനാണ്, അയാൾക്ക് 1000 രൂപ കൊടുക്കണം. അപ്പൊ തയ്യാറായി നാളെ എന്റെ കൂടെ പോരുക. എനിക്ക് 2000. 2000 ഞാൻ എന്തോ ചെയ്യാനാണ്? പുലിയായിട്ട് നിൽക്കണം, ഇവിടെ വരച്ചു തരും. മേക്കപ്പ്മാൻ വന്നെല്ലാം വരച്ച് പുലിയ വെറുതെ ഇരിക്കല്ലേ? സൂപ്പർ ആയിരിക്കും. ഒരു പുലിക്കുള്ള ഫുൾ സ്പേസ് ആയി. എന്തോരം ആൾക്കാരാണ് പുലിയുടെ വേഷം കെട്ടിയൊക്കെ ചെയ്യുന്നത്. 2000 രൂപയ്ക്ക് നഷ്ടമാണ്. 10000 രൂപ ഉണ്ടാകുമ്പോ നോക്കാം. ഉണ്ട്, 5000 രൂപ ഉണ്ട്. ആകെ 5000 രൂപയല്ലേ കിട്ടുന്നത്? 2000 രൂപ എനിക്ക് വേണ്ടേ? എന്റെ ഡ്രസ് എനിക്ക് വാടക എടുക്കട്ടെ. അവര് ഘോഷയാത്ര ഉണ്ടോ? ഉണ്ട്, ഘോഷയാത്ര ഉണ്ട്. ഘോഷയാത്ര ഉണ്ട്. ഘോഷയാത്ര എത്ര കിലോമീറ്റർ ഞാൻ പുലിയുടെ കുട്ടി ഇങ്ങനെ നടന്നു നടന്നു എന്റെ കാല് ചെയ്യും. എന്റെ ഞങ്ങളെ 2 മണിക്കൂറത്തെ കേസേ ഉള്ളൂ. ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞ. അത് വിളിക്കുന്നത് 2 മണിക്കൂർ എന്നൊക്കെ പറയത്തുള്ളൂ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 6-7 കിലോമീറ്റർ അടക്കം കാണും. ഞാൻ പണ്ട് യൂദാസിന്റെ വേഷം കെട്ടി നാടന്റെ അസ്ഥിവഞ്ചന വരെ വെളി വന്നേ. ആയില്ല, എടാ വർഷത്തില് 2 മണിക്കൂറല്ലേ, അതെങ്കിലും നടക്ക് നീ. നടക്കം സാമ്പത്തികം മെച്ചം വരണ്ടേ? 2000 രൂപയ്ക്ക് വല്ല പണിയെടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഇന്നല്ലാതെ 2 മണിക്കൂറും കൊണ്ടേ 2000 രൂപ. വേണ്ട മക്കളെ, വേണ്ട, നിർബന്ധിക്കണ്ട. വേണ്ടെങ്കിൽ ഞാൻ വേറെ ആളെ എന്തായാലും കൂടെ കൂട്ടിത്താ. വേണ്ട, പറ്റത്തില്ല. 500 കൂടെ. 2500, 1500, 1000 എന്റെ പൊന്നു സഹോദര, 5 രൂപ കിട്ടും, 5000 രൂപ കിട്ടും, 2000 രൂപ തനിക്ക്, 2000 രൂപ എനിക്ക്, 1000 രൂപ മേക്കപ്പ് ചെയ്യുന്ന ആൾക്ക് ഞാൻ ഇടപാട് ചെയ്തിട്ട് വന്നാ. തമ്പിയണ്ണ വേറെ ആളെ നോക്ക്. അല്ല ഡീല്. ഓക്കെ, ഡീലോ? വേറെ ഡീല്. ഡീൽ. നാളെ ഉച്ച കഴിഞ്ഞിട്ടാ ഘോഷയാത്ര. അപ്പൊ മേക്കമാൻ വരും, വന്നിട്ട് നന്നിട്ടങ്ങ് ഒരുക്കി റെഡിയാക്കി തരും. കാര്യം പറയണ, എന്റെ കയ്യിൽ മേക്കപ്പ്മാന് കൊടുക്കാൻ 1000 രൂപ വേണം. അതെന്റെ കയ്യിലില്ല. പറയുന്നത് കേക്ക്, എവിടുന്നെങ്കിലും ഒന്ന് മറിച്ചു കൊടുത്താൽ ഈ പൈസ കിട്ടുമ്പം ഞാനൊക്കെ തരും. ഞാൻ പെട്ടെന്ന് നാളെ വൈകിട്ട് തന്നെ അവര് പൈസ തരുമ്പോ, പിന്നെ നാളെ 5 മണിയാകുമ്പോഴത്തേന് കാശ് കൈ വരത്തില്ലേ? എന്റെ കൂട്ടരെ ചീമനുണ്ട്, അവനെ വിളിച്ചോ. 1000 രൂപ കേസല്ലോ. അപ്പൊ ഓക്കെ ആണോ? ഓക്കെ, റെഡി ആണല്ലോ. റെഡി. ഞാൻ ആ പേയാട്ടി ഇവനൊന്ന് വിളിക്കട്ടെ. അതേതായിട്ടെ അതെ ചതഞ്ഞു നിൽക്കാം. ഈ പുലിയെ കൊണ്ട് അവർ ഞെട്ടും. റൊണാൾഡേ, എന്റെ പൊന്നുകുഞ്ഞ ഒന്ന് ഇങ്ങോട്ട് വന്നേടാ, ഇത് കഴിക്കടാ നീ. പൊന്നുഞ്ഞ ഈ ഗ്യാസും കേറി തണുത്ത് എല്ലാം കഴിയുമ്പോഴാണ് വെറുതെ ആണോ വയറുവേദനയൊക്കെ മാറാത്തത്? സാധാരണ ചോദിച്ചാൽ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കിട്ടാറുണ്ട്. എന്ത് പറ്റി നേരത്തെ? അല്ല അങ്ങനെ പറഞ്ഞല്ല. ചീമ്പൻ സെറ്റായോ? ഇല്ലേ? എടാ എനിക്കത്, എടാ ഒരു ദിവസം കാര്യമല്ലോ. ഞാനിപ്പോ വേറെ ആരോട് പോയി ചോദിക്കാനാ? എടാ ഇത് കഴിക്കടാ നീ. എന്നിട്ട് ആ പണിയാ പരിപാടിക്ക് പോവാനുള്ളതല്ലേ, ചീമ്പനോടൊക്കെ പിന്നെ വർത്താനം പറയാം. പരിപാടിയുടെ കാര്യ പറഞ്ഞോണ്ട് വന്ന്. മേക്കപ്പ് ചെയ്യാൻ വരുന്ന 1000 രൂപ കൊടുക്കണം. കൊടുക്കണം. അതിനു വേണ്ടിട്ട് ഞാൻ ചീമനെടുത്ത് ചോദിച്ചു, അവൻ തരാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ നടക്കത്തില്ലെന്ന്. ഈ മേക്കപ്പ് പറഞ്ഞാൽ അയാളൊരു ചൂടൻ, അയാളുടെ കൈ പൈസ മുൻകൂർ കൊടുത്താൽ മാത്രമേ അയാൾ ബ്രഷും പെയിന്റ് കൊടുക്കത്തുള്ളൂ. എനിക്ക് കുറെ വരയ്ക്കാനും കുറിക്കാനും ഇല്ലേ. ഓരോരോ വഴികൾ വന്നു വരുമ്പോൾ തടിച്ച് വിട്ട് പോകുന്നത്. പോവല്ലേ, അതിരുന്ന് കഴിക്കുന്നീ. അങ്ങനെ ഒരു ചൂടന്റെയും ഒരു വർത്താനവും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. 1000 രൂപയ്ക്ക് 1000 രൂപ വേണ്ടേ? അതില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടുള്ളൂ. ഉഴുന്നെന്തിനാണ് ദോശ കഴിക്കാൻ?
1000 രൂപ. പണിയുള്ളത് കളയല്ലേ എൻ്റെ പൊന്നു വച്ചേ. എന്നാ ദൈവമേ ഇപ്പഴാ സമാധാനമായി. ആ പോയ വിശപ്പ് അതേപോലെ വന്നു കേട്ടെ. ഇതിനൊക്കെ എല്ലാ കാര്യങ്ങളും നിനക്കിത് അന്യ വീടാണോ? എല്ലാ കാര്യങ്ങൾക്കും സമാധാനവും നിങ്ങൾ ഇന്നലെ ഫോണിൽ ആരാണ്ടോടെ പൈസ ഇല്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ടീമിനെ വിളിച്ച് പെട്ടെന്ന് ചോദിച്ചത്. ഇപ്പൊ കഴിയുമ്പത്തേക്ക് നിനക്ക് എന്റെ ഈ പൈസ തിരിച്ചു തരാൻ പറ്റുമല്ലോ. 1000 രൂപ കിട്ടുന്ന പൈസ പപ്പാതിയാണല്ലോ. മേക്കപ്പിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ട് ഈ പൈസ നിനക്ക് 2000 രൂപ അല്ലാതെ കിട്ടൂലേ? പിന്നെ അതിനെ കിട്ടും. പിന്നെ എന്തോ നല്ല ചമ്മന്തി കേട്ടോ. ആണല്ലേ? അയ്യോ സാമ്പാർ ഉണ്ടായിരുന്നു, ഇനി വേണോ? വേണ്ട ഇത് മതി. പിന്നെ ദോശ നല്ല കേട്ടോ. പിന്നെ വെച്ചേ അതിന് മുമ്പ് പോകും. ആ ഇപ്പൊ ഇത് കഴിയുമ്പോ തന്നെ പൈസ കിട്ടുമല്ലോ. പിന്നെ അപ്പൊ നീ എനിക്കൊരു കാര്യം ചെയ്യണം. ഈ 1000 രൂപ എനിക്ക് തരൂലേ? അപ്പൊ ഈ 1000ന്റെ കൂടെ നിനക്ക് കിട്ടുന്ന 2000 ഇല്ലേ, അതും കൂടിയിട്ട് തങ്കഞ്ചേടത്തേക്ക് 3000 ആയിട്ട് 2 ദിവസത്തേക്ക് മറിക്കാൻ. 2 ദിവസം. 3-ാം ദിവസം 2000 രൂപ നിനക്ക് തിരിച്ചു തരും. ഓക്കെ? നടക്കത്തില്ല. എത്ര ദിവസത്തിന് ശേഷം 2000 എന്റെ കയ്യിലേക്ക് വരുന്നേ. അതുകൊണ്ട് എന്തെല്ലാം കാര്യം കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി നീ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. ഈ പരിപാടി ബുക്കിംഗ് ആയപ്പോ തന്നെ പലതരം പ്ലാനിങ്ങൾ തലയിലുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് ചിട്ടി പൈസ കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കായിരുന്നു. 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ. 2 ദിവസം വെയിറ്റ് ചെയ്യില്ല. ചിട്ടി വിളിച്ചതല്ലേ നമ്മള്. 2 ദിവസം പറഞ്ഞ കേൾക്കും. അപ്പൊ നമ്മള് ആശുപത്രിയിലായി എന്ത് ചെയ്യാൻ പറ്റും? ആശുപത്രിയിലായില്ലല്ലോ, നമ്മളിവിടെ ജീവനോട് ഇരിക്കുവല്ലേ. ഈ 1000 രൂപ റൊണാൾഡോ ഒരു 2000 രൂപ 2 ദിവസത്തേക്ക് മറിക്കണ കാര്യം നിന്നോട് ചോദിച്ചത്. 2 ദിവസം ആകെ കിട്ടുന്ന 2000 രൂപ ഞാൻ എങ്ങനെ തരും? എന്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാല്ലേ. 1 രൂപ ഞാൻ തരാം. കളിയാക്ക. നീ ചോദിക്കാതെ ഞാൻ 1000 രൂപ എടുത്ത് തന്നതല്ലേടാ നിനക്ക്. തിരിച്ച് പരിപാടി കഴിയുമ്പോൾ ആദ്യം ഇതൊക്കെ തരുമല്ലോ. പരിപാടി നിന്റെ ചീമ്പൻ തന്നോ നിനക്ക് 1000 രൂപ? ഇല്ല. വേറെ ആരെങ്കിലും തന്നോ? ഇല്ല. നിന്റെ ലില്ലിപ്പെങ്ങള് തന്നോ? ചോദിച്ചില്ലല്ലോ. തരാൻ പറ്റൂലെങ്കിലേ നീ നിന്റെ ലില്ലി പെണ്ണോട്. ഈ പൈസക്ക് വേണ്ടിട്ടായിരുന്നു 6 ദോശയും ഒരു പാത്രം. തോന്നിയാസം പറയരുത്. അവനോട് ഒരു 2 ദിവസത്തേക്കൊന്ന് മറിക്കാൻ ചോദിച്ചപ്പോ അവന് ജാട. 10000 രൂപ കിട്ടുന്നത് നിങ്ങൾ 2000 5000 ചോദിച്ചാൽ അതിനകത്തൊരു അന്തസ്സുണ്ട്. പക്ഷെ 2000 രൂപ കിട്ടുന്നതിനോട് 2000 ചോദിക്കുന്നതിനകത്ത് എന്ത് സോഷ്യലിസം മിസ്റ്റർ വനിത? എനിക്കിത് റൊണാൾഡോ ഉണ്ടോ? ഹലോ. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. ഹലോ. റൊണാൾഡോ അല്ലേ? അതെ. ആരാ? ഞങ്ങള് മുടവൻമോൾ പൗരസമിതി വരികയാണ്. ശതായ ദിനമല്ലേ ഇന്ന്. അപ്പൊ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പുലികളിയും വേട്ടക്കാരനെയും വെച്ചിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞ ആള് കാലുമാറിക്കളഞ്ഞു. അപ്പൊ നമ്മുടെ നടരാജണ്ണൻ പറഞ്ഞിട്ടാ റൊണാൾഡിനെ വന്ന് കണ്ടാൽ മതി, കാര്യം നടക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ഞങ്ങളോട് വന്നൊന്ന് സഹകരിക്കണം. അതിനും അത് പറയാതെ ഞങ്ങൾ വന്നേ. അതെ, എനിക്ക് വരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് പേയാട് ഒരു ക്ലബിന്റെ ഓണാഘോഷ പരിപാടിക്കായിട്ട് ഞാൻ പുലിയായിട്ട് പോകുന്നുണ്ട്. പുലി വേട്ടക്കാരൻ. അല്ല, ഇത് 5:30 ഒന്നും വരാൻ പറ്റുമോ? അവിടെ 4 മണി കേട്ടാ. 5:30 തീരില്ലേ? ഇല്ലില്ല, അത് തീരുമ്പോ ഞങ്ങൾ 8-9 മണിയാ. അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് സഹകരിക്കും. ഇനിയിപ്പോ ഈ സമയത്തിന് ഞങ്ങൾ ആരെപ്പോ കണ്ടുപിടിക്കാനാ? എങ്ങനെയെങ്കിലും വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അവിടെ തരുന്നതിനെക്കാട്ടിലും സാമ്പത്തിക ഗുണം ഉണ്ടെങ്കിൽ ഞാൻ വേട്ടക്കാരനായിട്ട് സംസാരിച്ചിട്ട് വേണം നോക്കാൻ. അല്ല, അത് എത്രയാണ് ഉദ്ദേശിക്കുന്നത്? അവര് എനിക്ക് മേക്കപ്പ് അടക്കം 10 രൂപയാണ്. 10 രൂപ? വേട്ടക്കാരൻ, പുലി, മേക്കപ്പ് അടക്കം 10 രൂപ. 10 രൂപ ഒന്നും ആരും മേടിക്കത്തില്ല. അയ്യോ, നമുക്ക് ഈ പറഞ്ഞ് ഏറ്റിരുന്ന ആള് 4000 രൂപയാണ് സമ്മതിച്ചത്. അതുകൊണ്ടാണല്ലേ പുള്ളി സമയത്ത് കാല് മാറിയത്. അയാൾക്ക് അത്യാവശ്യം കാണുമായിരിക്കും. ഞാൻ ഇന്ന് പേയാട് നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചു. ഞാൻ 10 രൂപയ്ക്കാണ്. അതിനേക്കാളും മെച്ചമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ. അല്ല, ചേട്ടൻ എത്ര ഉദ്ദേശിക്കുന്നേ? മേക്കപ്പ് അടക്കം ഒരു 13 രൂപ കിട്ടണം. 13 രൂപയോ? നമുക്ക് ഫണ്ട് തികയില്ലല്ലേ ഈ സമയത്ത്. നമ്മളിനി അവസാന നിമിഷം 13 എന്നുള്ളത് ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. 13 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. മേക്കപ്പ് പുലി, പിന്നെ വേട്ടക്കാര്, തോക്കൊക്കെ ഉണ്ട്. ലാസ്റ്റ് കുറച്ചും കൂടെ 11 രൂപ. 11 കുറച്ചുകൂടെ കുറയ്ക്കണം. അത് പറയത്തില്ല. ഈ ചതിയെ മുതലെടുക്കരുത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. നമ്മൾ ഈ സമയത്ത് ഇനിയിപ്പോ വേറെ ആരെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് നിങ്ങൾ സമ്മതിക്കാം. അല്ലെങ്കിൽ നാട്ടുകാർ ഇടികൊള്ളത്തില്ല. ഫണ്ട് ഉണ്ടോ? അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഏറ്റല്ലോ
സംസാരിക്കാം. ശരിയാക്കാം. അല്ലെങ്കിൽ ഈ സമയത്ത് ഇനിയിപ്പോ നമ്മൾ ആരെ കണ്ടുപിടിക്കും? അപ്പൊ ഓക്കെ. ഓക്കെ ആണല്ലോ ഭർത്താവ്? അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. എത്ര മണിക്ക് എങ്ങടെ റാലി? നമുക്ക് 5:30. 5:30 തുടങ്ങണം. ഞാനേ ഒരു 4 മണിയാകുമ്പോഴത്തേന് ഒരുങ്ങട്ടെ. ആ. ഒരു കാര്യം ചെയ്യും, എന്റെ നമ്പർ തടിച്ചു. നമ്പർ എന്ന് പറയാം. 8089 8089 945835 94 5835. അപ്പൊ ഒരു മിസ് അടി. ഒരു മിസ് കളിച്ചു കിട്ടുന്നുണ്ടോ? എല്ലാം ഉണ്ട്. അപ്പൊ 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഒരുങ്ങിയിട്ട് ആ. എന്തൊരു പേര് അഭിലാഷ്. അഭിലാഷനെ വിളിക്കാം. ഓ. അപ്പൊ ഒരു പെട്ടിയാട്ടോ പറഞ്ഞു വിട്ടാൽ മതി. പെട്ടിയാ- പുലി നിന്നാ വരുന്നേ. പെട്ടിയാട്ടോ അവിടെ. പെട്ടിയാട്ട് വേട്ടക്കാരോട് നിന്ന് മേക്കപ്പെട്ടല്ലേ വരുന്നത്? അപ്പൊ ശരി. ശരി. അപ്പൊ പിന്നെ ഒരു 2000 രൂപ അഡ്വാൻസ് എടുക്കാൻ കാണും. അയ്യോ നമുക്ക് അതെല്ലാം കൂടെ വൈകിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് പോരെ. ഒരുമിച്ച് സെറ്റ് ഇല്ല. പേടിക്കണ്ട, അതിനെപ്പറ്റി പേടിക്കണ്ട. ഞങ്ങൾ സാധാരണ ഈ- പറഞ്ഞ വാക്കാണ്. ഓണക്ലബ്ബുകാർക്ക് ഒരു പരിപാടി ഉണ്ട്. ഇല്ല. പരിപാടി കഴിയുമ്പോൾ അടിച്ചിട്ട് അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കണ്ട. പരിപാടി കഴിയുമ്പോൾ പറഞ്ഞ തുക തരും. ആണല്ലോ. ഓ. ശരി. പേടിക്കാൻ. പോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഇന്ന് പറ്റിക്കല്ലേ വേറെ. അതില് എന്തൊരു അല്ല ജോലി. ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ശരി, ശരി. പറ്റിക്കത്തില്ലെന്ന് അറിയാം. ശരി. ഈ 11,000 രൂപ ഇച്ചിരി കൂടുതലാണ്. കൂടുതലാണ് കേട്ടോ. കുഴപ്പമില്ല, വേറെ ആളെ ഇനിയിപ്പോ ഈ സമയത്തിന് കിട്ടത്തില്ല. തടസ്സം വരരുത്. വണ്ണമുള്ളവരെ പൊതുവെ കളിയാക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. പക്ഷെ വണ്ണമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ലുക്ക്, അത് നമ്മളെ തേടി വരും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പലരും സഹായിക്കും, ഓഫറുകൾ പറയും, തിരിച്ചെടുത്തൊന്നും വരും. മേ ബി. ആയിരം രൂപയും ചോദിച്ച 2000 രൂപയും തരും. ഷുവർ. അതെങ്ങനെ ശരിയാകും? അത് ശരിയാവാത്ത ഇപ്പൊ 5 രൂപ കിട്ടണില്ലേ നിനക്ക്? അതിന് എനിക്കൊരു 1000 കൂടി ഇട്ടിട്ട് 3000 താടാ. ഒന്ന് തന്നെ കൊണ്ടുമ്പോഴാങ്ങടാ കേട്ടാ. അല്ല കേട്ടില്ലേ? നിനക്ക് 2000 രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു 2000 രൂപ ആവശ്യമുള്ളത്? നീ ആദ്യം 2000 രൂപയുടെ ആവശ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് 2000 രൂപ കിട്ടുമ്പോൾ 2000 രൂപ കൂടുതൽ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് 5000 രൂപ കിട്ടുമ്പോൾ എനിക്കൊരു 4999 വരെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കല്ലേ റൊണാൾഡോ, എന്റെ അവസ്ഥ മനസ്സിലാക്കണ. സെറ്റ്. ഓക്കെ. എന്റെ അമ്മേ. വെയിറ്റ് ചെയ്യേ. ഒരു മുട്ട ഓംലെറ്റ്, ഉള്ളി അരിഞ്ഞിട്ടേ. തമ്പിയണ്ണനെ കൊണ്ടുപോയി ഒന്ന് സമ്മതിപ്പിക്കണം. തമ്മിയാണ് സമ്മതിക്കൂലേ? അല്ല, ആദ്യത്തെ പരിപാടി തമ്പിയണ്ണന്റെ കെയർ ഓഫിലുള്ളതാണല്ലോ. പക്ഷെ ഇതിനാണല്ലോ പൈസ കൂടുതല്. അതിനെ തമ്പിയണ്ണെ പറഞ്ഞ് മനസ്സിലാക്കണം. പുള്ളിയുടെ വാക്ക് കൊടുത്തേ. പുള്ളിക്ക് അങ്ങനെ ചില ദൈവമേ, എനിക്ക് 3000 രൂപയുടെ ആവശ്യമുണ്ട്. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ. അതിനു മുമ്പ് ഓംലേറ്റ് പോയി കൊണ്ടുവരൂ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഭാഗികമായി റദ്ദാക്കി. ആഹാ, ബൈക്കിന് കൈ ഗിയറാകാം, ഓട്ടോമാറ്റിക് വാഹനവുമാകാം. ആ റൊണാൾഡ്, നമുക്ക് ഇന്ന് പോണം കേട്ടോ. ആ പോണം. എന്റെ കാര്യത്തിനാ വന്നേ. ആ പിന്നെ എന്തോ ആ പേയുടെ പരിപാടിയെ എത്ര രൂപയ്ക്കെന്നാ പറഞ്ഞേ? 5000 രൂപ. 2000 രൂപ റൊണാൾഡിന്, 2000 എനിക്ക്, 1000 രൂപ മേക്കപ്പിന്. അങ്ങനെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ 2 1000. ഈ 2 എന്നുള്ളടത്ത് ആ ഒരു 300 ഇട്ട് 5 കിട്ടിയാലോ? മൊത്തം 5 കിട്ടും. അത് നമുക്ക് വീതിക്കാം. അതല്ലെന്ന്. ആ തമ്പിച്ചേട്ടന് 5000, എനിക്ക് 5000, മേക്കപ്പിന് 1000. അതെങ്ങനെ ശരി? ആകെ 5000 രൂപയ്ക്ക് അങ്ങനെ വീതിക്കാൻ പറ്റുമോ? ചേട്ടാ അതല്ല, ആ ഇന്ന് മുടവുമോൾ പൗരസമിതിക്കാരൻ എന്നെ കാണാൻ വന്നു. നാരായണൻ പറഞ്ഞു വിട്ടതാ. വാ, വാ. അവർക്ക് ഇതേപോലെ ഒരു വേട്ടക്കാരനും പുലി എങ്ങാണ്ട് ഓണത്തിന് ചെല്ലാന്ന് പറഞ്ഞു. അവര് കാല് മാറി. അങ്ങനെ നാരായണന്റെ കെയർ ഓഫ് എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നലത്തെ പേയുടെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ ഏറ്റയാന്ന് പറഞ്ഞു. അല്ല, അവര് ചെന്നേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു പേയുടെ പരിപാടിക്കാര് പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് തരാമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. അവര് ഞാൻ പറഞ്ഞ എമൗണ്ട് സെറ്റായി 11000 രൂപയ്ക്ക്. ആണോ? പക്ഷെ അയ്യോ, അത് നമ്മളൊരു വാക്കൊരിടത്ത് പറഞ്ഞിട്ട് നമ്മളൊരു കലാകാരനല്ലേ? മാറ്റാൻ പറ്റൂ. വാക്കേ മാറ്റാൻ പറ്റത്തുള്ളൂ. അതൊന്നും ശരിയില്ല. നമ്മളത് കാണിക്കുന്നത് ശരിയില്ല. നമ്മൾ നേട്ടല്ലേ. റൊണാൾഡ് ഒരുങ്ങി നമുക്ക് പോണം. തമ്പി ചേട്ടാ, ഈ ചതയ ദിനമായിട്ട് ഇങ്ങനെ ചതഞ്ഞിരുന്നാ മതിയോ? എനിക്ക് 5000 രൂപ കിട്ടി നിങ്ങൾക്ക് പുളിക്കുക, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം സാധിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. റൊണാൾഡെ, നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് ഏറ്റു കഴിഞ്ഞാൽ അത് അന്തസ്സായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. നമ്മളിപ്പോ രണ്ടാമത് പറഞ്ഞവരടുത്ത് പോയി അന്തസ്സായിട്ട് ചെയ്തു കൊടുക്കും. പേടുകാർ നമ്പറുണ്ട്, വിളിച്ചിട്ട് പറ, പുലിയായിട്ട് വരുന്നവനെ പൊങ്ങമ്പനി അടിച്ചു, അത് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, വരാൻ പറ്റത്തില്ല, കൈയോടെ വിളിച്ചു പറ. അവരാരെങ്കിലും വിളിക്കട്ടെ. അങ്ങനൊക്കെ പറയുന്നത് നമ്മള് പിന്നെ കള്ളത്തരം പറയാത്ര ഒന്നും വിളിച്ചു പോയാ. ഈ പരിപാടി ഓക്കെ ആണോ? ഓക്കെ. അവര് വൈകിട്ട് വണ്ടി വിടും. ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മളത് എന്നാ മതി. 11 5 5 10 മറ്റേ 1 11 വിളിച്ചു നോക്കാം. ഇതൊക്കെ ഉണ്ട്. വിളിച്ചു നോക്കാം. ചിലപ്പം കേട്ടെങ്കിലേ
തെരുവിളി കേൾക്കാമെങ്കിലും എന്നാലും നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. ഇളിക്കുന്നു. ഹലോ, തമ്പൊരു തമ്പിയാണ്, അണ്ണനാണ്. ഒരുക്കം കഴിഞ്ഞ ഒരുക്കം കഴിഞ്ഞ മേക്കപ്പ് മാനൊക്കെ പോവുകയും ചെയ്തു. ഇതിപ്പോ ഈ പുറത്തിറങ്ങി ഇരിക്കേണ്ട അവസ്ഥ നിന്ന് ഇപ്പൊ എന്താ എന്റെ അത്തിയാണ്? എനിക്കറിയില്ല. ഇങ്ങോട്ട് പോയി നോക്കിയാലേ വേണ്ടായിട്ട് അവന് ദേഷ്യം വരും. അല്ല കഴിഞ്ഞ് ആരും കാണരുത്, വരുമ്പോ കണ്ടാ മതി എന്നും പറഞ്ഞ് എത്തിയേക്കണത് അവിടെ. ഇവൻ ദൂരം നടക്കണ പോലെ കാലം എടുക്കത്തില്ലേ ചേച്ചി? ചെരുപ്പിടാൻ പറ്റൂലല്ലോ. ചിലപ്പോ റോട്ടിൽ കൂടി നടക്കേണ്ടി വരില്ലായിരിക്കും. റോട്ടിൽ കൂടെ നടക്കാതെ പിന്നെന്ത് ചെയ്യാന്? റോഡ് ഓണപരിപാടി ഓണപരിപാടി നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ആ സ്റ്റേജിന്റെ അവിടെ കളിച്ചാ മതിയായിരിക്കും. ആ ഗ്രൗണ്ടില്. ആ അടിപൊളി, സൂപ്പർ, അടിപൊളി. അയ്യോ നല്ല രസമാണ്. എടി ഡാഡിനെ കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ എടുത്തു. വേട്ടക്കാരൻ ഇവിടെ പോയി കിടക്കുന്നു. വേട്ടക്കാരനൊന്നും വന്നില്ല, നീ ചെയ്യടാ. ചെയ്തേ നല്ല രസം. മുടി ആ സാധനം ദേ വരുന്നു വേട്ടക്കാരൻ. എടാ പുലി, തൊപ്പി വെക്കി, തൊപ്പി വെക്കി. ശരിക്കും വേട്ടക്കാരൻ. അടിപൊളിയായിട്ടുണ്ട്. ആ തൊപ്പിയും കൂടെ വെക്കി. രണ്ടുപടി അങ്ങോട്ട് കൊള്ളാം. ഇറങ്ങാനോ പോയാലോ? ശരി ശരി. ഫോൺ ഫോട്ടോ എടുക്കാൻ ഫോൺ മേടിച്ചിട്ടുണ്ട്. എടാ അത് ഡിലീറ്റ് ചെയ്യരുത് കേട്ടാ. ഇല്ലില്ല. കാണിക്കണം. ഹലോ, ആ അഭിലാഷ റൊണാൾഡാണ്. പുലിയും വേട്ടക്കാരൻ റെഡി, വണ്ടി വിട്ടോ. അതെ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ വന്നപ്പോ വേറൊരു പുള്ളിക്കാരൻ പറ്റിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ പുള്ളി സമയത്തിന് വരാൻ നേറ്റു. അല്ല അങ്ങനെ പറഞ്ഞാലും അപ്പൊ ഞങ്ങൾ പുള്ളി അടുത്ത് വരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ വിളിക്കാട്ടോ, തിരക്കാം. വെച്ചോ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഹലോ ഹലോ, എന്താടാ ഇന്ന് രാവിലെ ആ മുടവമോൾ പൗരസമിതിക്കാരെ നമ്മളെ ഈ പരിപാടിക്ക് വിളിക്കാൻ വന്നില്ലേ? അവിടെ ഓൾറെഡി ഒരു വേട്ടക്കാരനും പുലിയും ചെല്ലാന്ന് പറഞ്ഞ അയാളെ കാല് മാറിയപ്പോഴാണ് നമ്മളെ തിരക്കി വന്നത്. അപ്പൊ ആ കാല് മാറിയ ടീം വന്നവിടെ ഓഷാത്ത തുടങ്ങാൻ പോകുന്നു. ഞങ്ങള് ചെല്ലണ്ടാന്ന്. എന്തോ അതെന്തൊരു പണിയായി പോയി അവര് കാണില്ല. രൂപ 11,000 രൂപ ഒക്കെ പറഞ്ഞോണ്ടല്ലേ ഈ അണ്ണന്റെ പരിപാടി വഴിയൊക്കെ ഞാനിത് വിളിച്ചത്. ഈ സമയത്താണ് അവര് വിളിച്ചു പറയണത്. എത്ര രൂപ കയ്യിരിക്കേണ്ട പരിപാടി ചെല്ലണ്ടെന്ന് പറഞ്ഞ അവര്. ചെല്ലണ്ടെന്ന്. അപ്പൊ ഒരു ഓഷാത്ത തുടങ്ങാൻ പോവാന്ന്. എന്റെ റൊണാൾഡോ എന്തൊരു പരിപാടി അവിടെ കാണിച്ചത്? ഇത് ഞാൻ അറിയുന്നു. 10 പൈസ അധികം കിട്ടാൻ വേണ്ടിട്ടല്ലേ ഞാനിങ്ങനെ വാക്ക് കൊടുത്തു. 10 ദിവസം അധികം ഞാൻ ഒരെണ്ണം പിടിച്ചാണോ പയ്യാട് പിടിച്ചിട്ട് അത് കളഞ്ഞിട്ടാണോ ഇവിടെ വന്ന് നിങ്ങളുടെ പരിപാടി പിടിച്ചത്? ഇത് 14,000 കിട്ടും, അത് 5,000 അല്ല. ഇത് മുഴുവൻ പോയില്ല. ഇത് അണ്ണ ഒരു കാര്യം കയ്യോടെ അവരെ ഒന്ന് പേടുകാരെ ഒന്ന് വിളിച്ചു. ഞാൻ അവരോട് പുലിക പൊങ്ങപ്പൊലിയാണ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ചു നോക്ക്. 4,000 എങ്കിൽ 4,000 വിളി വിളി. ഒരുമാതിരി ഒരുങ്ങി കാണിക്കുന്ന ശരിയായ നടപടിയില്ല കേട്ടോ. വിളി കാണിക്കും. വിളിച്ചിട്ട് പറ. ഉള്ള പരിപാടി കളഞ്ഞിട്ട് ഇത് പിടിക്കാൻ പറഞ്ഞ റിങ്ങുണ്ട് ഉണ്ടല്ലേ? ഹലോ അണ്ണാ, തമ്പാനൂർ തമ്പിയാണ് അണ്ണാ. ഞാനങ്ങ് വരട്ടെ. പുലിയുടെ പൊങ്ങമ്പനിയൊക്കെ പോയി. ഓക്കെ, വാക്സിൻ കൊടുത്തു. തന്ത വിളിച്ചിട്ട് പോരും. അല്ല അണ്ണാ, ഞാനത് പറഞ്ഞു തെറി പറയരുത്. ഇല്ല, തെറി പറയില്ല. അതും പോയി. അവിടെ വേറെ ആളായി. ഓണമായിട്ട് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അതും കളഞ്ഞു ഇതും കളഞ്ഞു. ലാഭം കിട്ടുന്ന വഴിക്ക് പോയി. ഞാൻ അറിഞ്ഞു ചതി കാണിക്കുന്നുള്ളത്. എടോ, നിങ്ങളെ ഒന്നും വിശ്വസിച്ച് ഞാൻ എന്നോട് പലരും പറഞ്ഞോണ്ട് തന്നെ വിശ്വസിക്കില്ലെന്ന്. ഇനിയിപ്പോ എന്നെ ചെയ്യാ? തങ്കച്ചേട്ടത്തിന് 1 രൂപ 1000 മേടിച്ചിട്ടാ മേക്കപ്പാന് കൊടുത്തത്. ഇനിയിപ്പോ അത് ഞാൻ അവിടെ എടുത്തിട്ട് കൊടുക്കും. രൂപ 1000 ഉള്ളത് അതെനിക്ക് എന്തായാലും വേണം. മറ്റേത് തരാന്ന് പറഞ്ഞില്ലേ? കിട്ടാതെ ഞാൻ ഇവിടെ എടുത്തിട്ട് വരും. എന്റെ ഒരു കൂറപ്പേൻ പോലും ഇല്ല. കൂറപ്പേൻ ഇല്ലെങ്കിൽ പിന്നെ
1000 രൂപ എന്റെ 1000 രൂപ റൊണാൾഡേ. അത് പരിപാടി നടക്കാൻ ഞാൻ എന്റെ കൈ കൂറപ്പൻ പോലും ഇല്ല. കൂറപ്പേനില്ലെങ്കിലേ വേണ്ട, എന്റെ 1000 രൂപ മതി. റൊണാൾഡോ കളിക്കരുത്. ഒരു കാര്യം ചെയ്യാം, പണി വരുമ്പോ ഞാൻ തരാം, അറേഞ്ച് ചെയ്ത് തരാം. ഇപ്പൊ ഒന്ന് ക്ഷമിക്ക്. നിന്റെ കിണ്ടിപ്പണി. ഇതിന്റെ വാടക അത് കൊടുക്കണം, എന്റെ കാശ് എനിക്ക് വേണം. ഇത് രണ്ട് സൈഡിൽ നിന്ന് പൈസ വെച്ച് ഞാൻ പരിപാടി ക്യാൻസൽ ആയി. ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യ്, പരിപാടിയല്ലേ ക്യാൻസൽ ആയിട്ടുള്ളൂ. നല്ല വേഷമൊക്കെ കെട്ടി നിക്കുവല്ലേ, ദേ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഓരോ വീട്ടിലും പോയിട്ട് തുള്ളി കളിക്കോ, വേട്ടക്കാരൻ കളിക്കോ, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ചില്ലറ മേടിച്ചിങ്ങോട്ട് വാ. ഞാൻ പോകത്തില്ല, ഞാൻ അന്തസ്സുള്ള നാടകം അറിയാൻ പോണില്ല, ഒന്നും മനസ്സിലാവണല്ലോ. നാട്ടുകാരും പറയൂ അതാ. എന്നാലും എല്ലാ ഇച്ച കാണുമ്പോ വയറൊക്കെ കണ്ടുവച്ചിട്ട് ഞാനാന്ന് മനസ്സിലാക്കും. നമ്മുടെ അയലക്കാരല്ലേ. നീ മുഖം മൂടി എടുത്തു ചേടാ. ഏത് നേരത്താണ് ഇറങ്ങാൻ തോന്നിയത് അറിയത്തില്ല. ആർക്കും ഒന്നും മനസ്സിലാവണല്ലോ. പോ പൊക്കോ. അല്ല തമ്പിയേട്ടന് ഇതിന്റെ വാടക കൊടുക്കണോ? എന്നാ ചെല്ല്. എന്നാ ഇവിടെ തുള്ളിയിട്ട് കാര്യമില്ല, പുറത്തു പോയി തുള്ളു. ഇന്ന് വൈകിട്ട് ഞാൻ ഇതിനെ വെടിവെച്ചു കൊല്ലും. ഇറങ്ങാ. Aliens